ഒരിക്കലും ഞാൻ തന്റെ പിറകെ വരില്ല. ഇത് ലാസ്റ്റ്. മനസ്സിലായി, എനിക്കിവിടെ സ്ഥാനമില്ലെന്ന്. ഓക്കെ ഓക്കെ സാർ. റെഡി? യെസ്. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. ഇനി ഒരിക്കലും ഞാൻ തന്റെ പുറകെ വരില്ല. ഇത് ലാസ്റ്റ്. മനസ്സിലായി, എനിക്കിവിടെ സ്ഥാനമില്ലെന്ന്. വാ ഇങ്ങോട്ട്. Come on, I want to talk to you. No, I'm in hurry. ആരെങ്കിലും ഒന്ന് അയാള് കാരണല്ലേ മഹേന്ദ്ര സാറ് കട്ടു പറഞ്ഞ. പിന്നെന്താ ആരും ഒന്നും പറയാത്തെ? സ്നേഹയുടെ കസിന മഹാപെഴയാ. Mind it. എന്റെ ബന്ധുവാണ്. എന്നെ തല്ലാനും ചീത്ത പറയാനും അധികാരമുള്ള ആൾ. പക്ഷെ ഇയാളാരും അതിലൊക്കെ ഇടപെടാൻ? അത് എന്റെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇയാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? സാർ, ഞാൻ സൂപ്പർ സ്റ്റാർ ആവൂ. ആയിക്കൂടായില്ല. മനസ്സിലായില്ല എന്ന് വെച്ചാലാവും. സ്വയം പുകഴ്ത്താൻ വയ്യാത്തോണ്ട് ഒന്ന് വളച്ചു പറഞ്ഞതാ. ശരിക്കിട്ടോ. ഫുൾ പാൻ ചെയ്തേക്കാം. ഓക്കെ. ലിപ്സ്റ്റിക് ബട്ടൺസ് ഇട്ട് തരാം. ഞാൻ ഇട്ടോളാം. ഓ ശരി. കൊള്ളാലോ. വേണമെങ്കിൽ തന്നെ ഹീറോ ആക്കാലോ. ആക്കണമല്ലോ. ഓക്കെ ജീവൻ, കാറ് നന്നായി ഓടിക്കാൻ അറിയാലോ. ഇതെന്താ ഒരു സഞ്ചി? ഇതെന്റെ ശരീരത്തിന്റെ ഒരു ഭാഗാ സാർ. അതിപ്പോ കഴുത്തു തൂക്കി നടക്കണ്ട. ആ കിടക്കുന്നതാ വണ്ടി. അവിടുന്ന് ഓടിച്ചു വന്ന് പോർട്ടിക്കോവിൽ നിർത്തണം. ജീവൻ ഇറങ്ങി ഡോർ തുറന്നു കൊടുക്കുമ്പോ സ്നേഹ ഇറങ്ങും. അപ്പോ മൊബൈൽ റിംഗ് ചെയ്യും. ഫോൺ ഓൺ ചെയ്ത് ഹലോ പറഞ്ഞ് സ്നേഹ അകത്തേക്ക് പോകും. സാർ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. C1 റിഹേഴ്സൽ വന്നോ? ഫോൺ ബെൽ. ഹലോ. ഓക്കെ സർ. ഓക്കെ, ടേക്ക് പോവാ. സ്നേഹയുടെ മൊബൈൽ കൊടുക്ക്. ഇപ്പൊ തരാം. ഇതാ. റെഡി സർ. ആക്ഷൻ. അയ്യോ, എന്റെ മോള്. സ്നേഹിതയേ, കൂട്ടുകാരി നിന്നെ തട്ടിക്കൊണ്ട് പോകും. ഈ പൊറങ്ങുന്ന സീന മോളെ കുറച്ചു നേരം നന്നായി അഭിനയിച്ചു. രാവിലെ മുതൽ അഭിനയിച്ച് ക്ഷീണിച്ചതല്ലേ, റെസ്റ്റ് എടുത്തോ.
ഇനി കുറച്ച് സാർ, സ്നേഹയുടെ അമ്മയ്ക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അതിന് ഓക്ക് പണ്ടും ബോധം ഉണ്ടായിരുന്നില്ലല്ലോ. ഓട കാര്യം അവിടെ നിൽക്കട്ടെ. ആ പഹേന്റെ കൂടെ വല്ലതും കിട്ടിയാ എന്റെ 1.5 കോടിയാ വെള്ളത്തിൽ കിടക്കുന്നത്. നമ്പ്യാരെ ക്ഷോഭിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പൊ പൈസയുടെ കണക്ക് പറയണ്ട. നമ്മുടെ മുന്നിലെ പ്രശ്നം ഇപ്പൊ അതൊന്നും അല്ല. മൊബൈൽ ട്രൈ ചെയ്തിട്ട് എന്തായി? കിട്ടുന്നുണ്ടോ? ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഹലോ ഷെയ്ഖ് അബ്ദുൽ യൂസഫ്, ആദാ ഷൂട്ടിംഗ് മുഷ്കിൽ യാർനി ഹംസ സ്ത്രീൻ കുലു സിമ്മിഡിൽ ദീവാന. ഹൈലി ടെലിഫോൺ ബാദി. ബോർഡറിലെല്ലാം ഇൻഫോം ചെയ്തിട്ടുണ്ട്. മൊബൈൽ അടിക്കുന്നുണ്ട്, നോ റെസ്പോൺസ്. ഞങ്ങളും ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് അവന്റെ വേറെ ബോട്ട്സ് വെച്ച് നോക്കുമ്പോ there will not be a major planning. അതൊന്നും പറയാൻ പറ്റില്ല. ഓം ഭയങ്കര ബുദ്ധിമാനാ. ഇങ്ങളെ തരം വിടുന്ന ഓനെ പൊക്കിയില്ലെങ്കിൽ എന്റെ 1.5 കോടി. ഹലോ സർ, ഡോൺ വെറി, ഹി വിൽ ബി ട്രാപ്ഡ് വിത്തിൻ എ ഫ്യൂ അവേഴ്സ്. മിസ്റ്റർ മഹേന്ദ്രൻ, ഈ ജീവന്റെ നാട് എവിടെന്നാ പറഞ്ഞത്? ഐരാണിക്കര. അമ്മേ ഞാൻ പോണു. അമ്മേ പോലീസ്. നിങ്ങൾ വേഗം കക്കൂസി പോയി വിളിക്കേ. അച്ഛാ പോലീസ് വന്നു. ഓ കിടന്ന് കൂവി വിളിക്കാതെ വേണ്ടേ. പോലീസ് വരുന്നത് മുഴുവൻ കള്ളന്മാരെ പിടിക്കാനല്ല. ദേ ഇവിടെ എടുത്ത് കണ്ടില്ലേ, നല്ലൊരു കല നിലത്തി തുടച്ചു. നിങ്ങളൊന്ന് പോയി നോക്കണ്ട മനുഷ്യ. എടേ, എന്റെ മനസ്സ് പറയുന്നു പ്രശസ്തനായ നമ്മുടെ മോന് പോലീസ് എസ്കോർട്ട് വന്നതായിരിക്കുമെന്ന്. മോനെ, ഞാൻ നിങ്ങളുടെ മോന് ഭരതമാണ് കൊണ്ടുവന്നതാ. എടീ, നമ്മുടെ മോന് ഭരതമാണ്. എവിടെയോ ജീവൻ? എന്താ ആരെങ്കിലും ഒന്ന് പറഞ്ഞോ, എവിടെ അവൻ? ദേ, എന്നെ വെറുതെ അഹങ്കാരിയാക്കരുത്. ഇവിടെ ഇല്ല, അവനിപ്പോ സിനിമയില സ്റ്റാറാവാൻ പോയിരിക്കുക. സ്റ്റാറാവാൻ പോയവൻ സ്റ്റാറിനെ അടിച്ചോണ്ട് പോയിരിക്കാണ്. അവന്റെ സ്റ്റാർ മോശമാണ്. ഹായ്, നല്ല പ്രാസം. സാറിന് മിമിക്രി അറിയോ? എനിക്കറിയാവുന്ന മിമിക്രി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം മോളെ. കേറി നോക്കടാ. കാര്യം പറഞ്ഞിട്ട് വീട്ടിലോട്ട് കയറിയ പോലായിരുന്നു. എന്നാ പറഞ്ഞേക്കാം, എഴുതിയെടുത്തോ. ഓ, സ്നേഹ എന്നൊരു സിനിമ നടിയെ നിങ്ങളുടെ പുത്രൻ തട്ടിക്കൊണ്ടുപോയി. വിശാലം, ഹോ, നല്ലൊരു നടിയായിരുന്നു. സാരിയെ കൊടുത്ത് നിന്ന അടിപൊളി സംഭവമായിരുന്നു. അവൻ എന്റെ കയ്യിലോട്ട് കിട്ടിയ ഞരട് ഞാൻ പ്രശസ്തനാവെന്ന് പറഞ്ഞു പോയത് ഇതിനാണോ? ഇതാണോ പ്രശസ്തി? ഇങ്ങനെ പ്രശസ്തനാവാം വിശാലം. നാളത്തെ പത്രത്തിൽ വരുമേ, ടിവിയിലും കാണിക്കും. I say hey hey hey, what you got to say, what you got to say. I say hey hey hey. എവിടാ ജീവൻ? ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ജീവൻ മാത്രമല്ലേ. സ്നേഹ എവിടാ? അതാ സാർ ഞങ്ങളും അന്വേഷിക്കുന്നത്. ഈ കാലത്ത് ഒരിടത്തും കാണാത്ത ഒരു സാധനമായി സ്നേഹം. തർക്കുത്തരം പറയുന്നതാ. അല്ല, തത്വം പറഞ്ഞതാ. 10-25 വർഷം കൂടുമ്പോഴാ സൗന്ദര്യവും കഴിവുള്ള ഒരു നടിയെ ഒത്തു കിട്ടുന്നത്. ഞങ്ങളുടെ ഉറക്കം കെടുത്തിട്ട് എവിടെ കൊണ്ട് ഒളിപ്പിച്ചതാ അവളെ? സാർ, തിരിച്ചു തല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ ആർക്കും ആരെ വേണമെങ്കിൽ തല്ലാം. അത് വലിയ ചങ്കൂറ്റൊന്നുമല്ല. കൊല്ലി ഞാൻ. പറയണ്ട മോനെ, അവർ രണ്ടുപേരും എവിടെയുണ്ട്? അവരെവിടെ ഉണ്ടെന്ന് അറിയാമെങ്കിലും പറയില്ലായിരുന്നു. പിന്നെ അറിയാതെ എങ്ങനെ പറയും? അറിയാതെ എങ്ങനെ പറയും? മോൻ ഇത്തിരി മാറിയെന്നെ. പേടിപ്പിക്കലടാ. ആ സിനിമ നടിയെ കുറച്ച് കാലമായിട്ട് അവൻ മനസ്സിൽ വെച്ച് ആരാധിച്ചോണ്ട് നടക്കുമായിരുന്നു. അപ്പോഴാ ഈ സിനിമാക്കാരി വന്നതും അവനെ പിടിച്ച് അവളെ കെട്ടിച്ചതും. അവൻ ഇപ്പൊ പറയുന്നത് സ്നേഹ അവന്റെ ഭാര്യയാണെന്ന. കോംപ്ലിക്കേഷൻ ഓഫ് ദി ഇന്റേണൽ അൺടച്ചബിലിറ്റി. അത് സിനിമക്കകത്ത കല്യാണമല്ലേ, അഭിനയമല്ലേ? അല്ലേടാ? അല്ലേ? അല്ലേ മോനെ? അല്ലേടാ? അത് അവനോട് തന്നെ ചോദിക്കണം. ചോദിക്കാം. ചോദിച്ചു നോക്കാം. ഈ കേസ് ഞാൻ ഏറ്റെടുക്കട്ടെ എന്ന്.